മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ വോളിയം 16 ആണ്. അതിനകത്ത് പമ്പുകളെ പറ്റിയുള്ള ഒരു ഡിസ്കഷനാണ്. പമ്പ് പലതരത്തിലുണ്ട്. പമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിറ്റിംഗ് ആണ് പമ്പ്. അതായത് ഒരു ലിക്വിഡിനെ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലോട്ട് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പമ്പ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പമ്പുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രധാനമായിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, എയർ ലിഫ്റ്റ് പമ്പ്, ഇങ്ങനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് തന്നെ അതിൻ്റെ ഘടന അനുസരിച്ച് വീണ്ടും പല പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, റോട്ടറി പമ്പ്, ടർബൈൻ പമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് പലതരം ക്ലാസിഫിക്കേഷൻ വേറെ ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പിനും പലതരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ വർക്കിംഗ് ഡിഫറെൻ്റ് ആണ്. അതുപോലെ എയർ ലിഫ്റ്റ് പമ്പ്. അപ്പം ബ്രീഫായിട്ട് ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കുക. ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ ഒരു ടൈപ്പ് ആയ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാന ഭാഗമെന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ കേസിംഗ് ആണ്. ആ സിലിണ്ടറിക്കൽ കേസിങ്ങിനകത്ത് ഒരു മൂവബിൾ പിസ്റ്റണും ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു സെറ്റ് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് വാൽവ് ഉണ്ട്, ഒരു പെയർ. കൂടാതെ ഒരു പ്രൈമിങ്ങിന് വേണ്ടിയുള്ള, അതായത് ഇതിനകത്ത് ആദ്യം വെള്ളം നിറയ്ക്കാൻ ഒരു പ്രൈമിംഗ് വാൽവും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രഷർ കുറഞ്ഞ ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ സ്വാഭാവികമായും ലിക്വിഡ് പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഒഴുകിയെത്തും എന്ന ഒരു തിയറി അനുസരിച്ചിട്ടാണ് ഈ പമ്പ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു മൂവബിൾ പിസ്റ്റൺ ഉണ്ടെന്ന് പറഞ്ഞു. ആ പിസ്റ്റണിനെ നമ്മളൊരു മോട്ടോർ ഉപയോഗിച്ച് പിസ്റ്റണിനെ മുന്നോട്ടും പുറകോട്ടും ചലിപ്പിക്കും. ആദ്യമായി ഇതിനകത്ത് പ്രൈമിങ് നടത്തി വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ്. പിസ്റ്റൺ മുന്നോട്ട് വരുന്നതുടനെ ഇതിനകത്തുള്ള വെള്ളത്തിനെ ഫുള്ളായിട്ട് നിൽക്കുന്ന വെള്ളം ഡെലിവറി വാൽവ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് വാൽവ് വഴി പുറത്തോട്ട് ഡെലിവറി പൈപ്പിലേക്ക് പോകും. സ്വാഭാവികമായും ഈ പമ്പിനകത്ത് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. അതായത് പ്രഷർ കുറഞ്ഞ ഭാഗം ഉണ്ടാവും. അതുകൊണ്ട് പ്രഷർ കൂടിയ ആ ഇപ്പുറത്തെ ഈ സൈഡിൽ നിന്ന്, സക്ഷൻ സൈഡിൽ നിന്നും പ്രഷർ കുറഞ്ഞ പമ്പിനകത്തേക്ക് വെള്ളം വരും. വീണ്ടും ഈ വെള്ളത്തിനെ പിസ്റ്റൺ തള്ളി പുറത്ത് കളയും. ഇങ്ങനെ പിസ്റ്റണിൻ്റെ മുന്നോട്ടും പുറകോട്ടുമുള്ള ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി, ചലനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഇതിൽ നിന്ന് ഒരു വോളിയം വെള്ളം ഡെലിവറി പൈപ്പ് വഴി കളക്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ പ്രവർത്തനത്തിൻ്റെ നമ്മളതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഈ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് ഇരട്ടിപ്പിക്കാനായിട്ട് നമ്മൾ അതുപോലെ ഒരു സെറ്റ് വാൽവും കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിന് ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നു. ഇത് ഒരു ടൈപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ ഒരു ടൈപ്പാണ്. ഇതിന് ഒരുപാട് ഗുണവും ദോഷവുമുണ്ട്. ഗുണവും ദോഷവും എന്തെന്ന് പറഞ്ഞാൽ, ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ ഗുണങ്ങൾ വേറൊരു പമ്പാണ്, ഡിഫറൻസ് ഉണ്ട്. റോട്ടറി പമ്പ് എന്ന് പറയും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് 2 വെയിൻസ് ആണ്, 2 ഗിയറുകളാണ്. 2 ഗിയറുകൾ, വെയിൻസ് ഉള്ള, പ്രൊജക്ഷൻസ് ഉള്ള 2 ഗിയറുകളാണ് പ്രധാനപ്പെട്ട ഭാഗം. ഇതിൽ ഗിയറുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗിയർ മൂവ് ചെയ്യുന്നത് കൊണ്ട് ഈ ഗിയറിൻ്റെ പല്ല് പോലത്തെ ഭാഗം, വെയിൻസ് എന്ന് പറയുന്ന ഭാഗം, നമ്മുടെ മറ്റേ നേരത്തെ പഠിച്ച റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ പിസ്റ്റൺ പോലെ പ്രവർത്തിച്ച് വെള്ളത്തിനെ ഒരു ഡിസ്ചാർജ് ഹെഡിലോട്ട്, ഡിസ്ചാർജ് സൈഡിലോട്ട് വെള്ളത്തിനെ ഫോഴ്സ് ചെയ്ത് വിടുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം വെള്ളം പോയി കഴിയുമ്പോഴത്തേക്ക് ഈ പമ്പിനകത്ത് വെള്ളം ഇല്ലാതെ ശൂന്യമായ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യും. അതായത് വാക്വം ക്രിയേറ്റ് ചെയ്യും. വാക്വം ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സക്ഷൻ ഹെഡിൽ നിന്നും വെള്ളം ഫ്ലോ ചെയ്ത് വീണ്ടും പമ്പിനകത്തെത്തും. വീണ്ടും ഈ ഗിയറുകൾ ഈ വെള്ളത്തിനെ തള്ളി ഡിസ്ചാർജ് ഹെഡിലോട്ട് വിടും. അപ്പോൾ ഈ പ്രോസസ്സ് തുടർച്ചയായി നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു ഫുൾ വോളിയം വെള്ളം ഈ പമ്പിൻ്റെ പ്രവർത്തനം വഴി ഡെലിവറി ഹെഡിൽ കിട്ടുന്നതിന് സഹായിക്കുന്നു. ഈ പമ്പിനും കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ആ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഇനി നമ്മൾ അടുത്ത ഒരു ഹെഡിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. പമ്പിൻ്റെ ഗുണങ്ങൾ, റോട്ടറി പമ്പിൻ്റെ ഗുണങ്ങൾ, ഇത് സെൽഫ് പ്രൈംഡ് ആണ്, സ്വന്തമായിട്ട് പ്രൈമിങ് ചെയ്യും. പിന്നെ അതിന് കോൺസ്റ്റൻറ്റ് ഫ്ലോ കിട്ടും. മറ്റേ ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിന് ഫ്ലോയ്ക്ക് പൾസേറ്റിംഗ്
ഫ്ലോ ചിലപ്പോൾ വരും. സിംഗിൾ ആക്ടിംഗ് ആണെങ്കിൽ ഇവിടെ കോൺസ്റ്റൻറ്റ് ഫ്ലോ കിട്ടും. വാൽവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ സിമ്പിളാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷനും റിപ്പയറും എളുപ്പമാണ്. വാൽവ് ഇതിനകത്തില്ല. ഹൈ ഡിസ്ചാർജ് അറ്റ് മോഡറേറ്റ് ഹെഡ്, ചെറിയ ഹെഡ് ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് നല്ല ഫ്ലോയിൽ വെള്ളം കിട്ടും. അതുപോലെ ഇതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കോസ്റ്റ് ഇത് വാങ്ങിക്കുമ്പോൾ നല്ല എക്സ്പെൻസീവാണ്, ഡ്യൂറബിൾ അല്ല, എപ്പോഴും ഗിയറിന് ഡാമേജ് വരുന്നതുകൊണ്ട് കുറച്ച് ഡ്യൂറബിലിറ്റി പ്രശ്നമുണ്ട്. അതുപോലെ സെഡിമെൻറ്റ്സ് ഉള്ള വെള്ളത്തിനെ പമ്പ് ചെയ്യാനായിട്ട് ഈ പമ്പിനും പമ്പ് ചീത്തയാവും. സെഡിമെൻറ്റ്സ് വെള്ളത്തിനകത്ത് പൊടിപടലങ്ങളും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അഫക്റ്റ് ദി എഫിഷ്യൻസി ഓഫ് ദി പമ്പ്. ഇതാണ് അതിൻ്റെ ദോഷങ്ങൾ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പമ്പിൻ്റെ പേരാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഈ പമ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് ഒരു കേസിംഗ് ഉണ്ട്, ഒരു റൗണ്ട് കേസിങ്. ആ കേസിങ്ങിനകത്ത് ഒരു ഇമ്പലർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഇമ്പലർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പലർ വെച്ചിട്ടുണ്ട്. ഒരു സക്ഷൻ ഹെഡും ഒരു ഡെലിവറി ഹെഡും ഉണ്ട്. ഈ നമ്മൾ ആദ്യം പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ ഈ ഇമ്പലർ വർക്ക് ചെയ്യാൻ തുടങ്ങി, ഇമ്പലർ കറങ്ങാൻ തുടങ്ങും. ഇമ്പലർ കറങ്ങാൻ തുടങ്ങുന്നുണ്ട് ഇമ്പലറിൻ്റെ ആ വെയിൻസിൻ്റെ ഇടയ്ക്കുള്ള വെള്ളത്തിന് നല്ലൊരു കൈനറ്റിക് എനർജി കിട്ടും. ഈ കൈനറ്റിക് എനർജിയെ ആ വെയിൻസ്, ഈ കൈനറ്റിക് എനർജി ഉള്ള വെള്ളത്തിനെ ഈ വെയിൻസ് മൂവ് ചെയ്യുന്ന വെയിൻസ് ആയതുകൊണ്ട് ഈ വെയിൻസ് ഈ വെള്ളത്തിനെ ഫോഴ്സ് ചെയ്ത് ഡെലിവറി ഹെഡിലോട്ട് കടത്തിവിടുന്നു. അപ്പം ഒരു പ്രാവശ്യം വെള്ളം പോയി കഴിയുമ്പോഴത്തേക്ക് പമ്പിനകത്ത് സ്വാഭാവികമായിട്ട് വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുവഴി വീണ്ടും വെള്ളം സക്ഷൻ സൈഡിൽ നിന്നും പമ്പിനകത്ത് വരുന്നു, ഡെലിവറി ഹെഡ് വഴി വെളിയിൽ പോകുന്നു. ഈ വെയിൻസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഈ വെള്ളത്തിനെ ഫോഴ്സ് ചെയ്ത് ഈ വെയിൻസ് വെള്ളത്തിനെ തള്ളി ഈ ഡെലിവറി ഹെഡിലോട്ട്, ഡെലിവറി സൈഡിലോട്ട്, അല്ലെങ്കിൽ വെള്ളം പുറത്തോട്ട് ഡിസ്ചാർജ് സൈഡിലോട്ട് പുറത്തോട്ട് വിടുന്നു. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇമ്പലർ ഹൈ വെലോസിറ്റിയിൽ റെവല്യൂഷൻ നടക്കുന്നത് കൊണ്ട് നല്ലൊരു വോളിയം വെള്ളം നമുക്ക് എപ്പോഴും ഈ പമ്പ് ഉപയോഗിച്ചാൽ ശേഖരിക്കാൻ പറ്റുന്നതാണ്. മറ്റ് പമ്പുകളെ പോലെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇനിഷ്യൽ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കോമ്പാക്റ്റ് സൈസാണ്. സൈസ് ചെറുതായതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പേസ് ഉള്ളിടത്ത് ഇത് വെക്കാൻ പറ്റും. മൂന്നാമത്തത് ഇതിൻ്റെ സിമ്പിൾ മെക്കാനിസമാണ്. ലേബർ റിപ്പയറൊക്കെ വളരെ കുറച്ച് മതി, എളുപ്പമാണ്. ഡിസ്ചാർജ് വളരെ സ്റ്റഡി കോൺസ്റ്റൻറ്റ് കണ്ടിന്യൂസ് ഡിസ്ചാർജ് കിട്ടും. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണം യൂസ്ഡ് ഫോർ വാട്ടർ കണ്ടെയ്നിങ് സെഡിമെൻറ്റ് ആൻഡ് സിൽറ്റ്. അപ്പോൾ അത് വെള്ളത്തിനകത്ത് എന്തെങ്കിലും പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പമ്പ് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡ്യൂറബിളാണ്, ഈട് നിൽക്കും. നല്ല ഹൈ ഹെഡ്, ഉയരം കൂടിയ പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കാനും ഈ പമ്പ് അനുയോജ്യമാണ്. ഇതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത് റെഗുലറായിട്ട് പ്രൈമിങ് ചെയ്യണം. അതായത് നമ്മൾ ഓരോ പ്രാവശ്യവും പമ്പ് പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപേ ഇതിനകത്ത് ഫുള്ള് വെള്ളം നിറച്ച് അതിന് ശേഷമേ പമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ പ്രാവശ്യവും എന്തെങ്കിലും പ്രശ്നം വന്ന് അതിൽ വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ പ്രൈമിങ് ചെയ്ത് വെള്ളം നിറയ്ക്കണം. അതതിൻ്റെ ദോഷമാണ്. പിന്നെ ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ അത് ഓവർ ലോഡാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഹൈ ഹെഡ് വന്നാൽ അതിൻ്റെ എഫിഷ്യൻസി കുറയും. അതുപോലെ ഹെഡിൻ്റെ ഹൈറ്റ് അനുസരിച്ച് അതിൻ്റെ ഡിസ്ചാർജിൻ്റെ വേരിയേഷൻ വരും. ഇതൊക്കെ അതിൻ്റെ ദോഷങ്ങളാണ്. പക്ഷേ എന്നാലും സെൻട്രിഫ്യൂഗൽ പമ്പിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് മറ്റ് പമ്പുകളെ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ. അടുത്ത് നമ്മൾ സംസാരിക്കുന്ന പമ്പിൻ്റെ പേരാണ് എയർ ലിഫ്റ്റ് പമ്പ്. ഇതിൻ്റെ പ്രവർത്തന രീതി ഇതാണ്. അതായത് ഒരു എയർ പൈപ്പ്, ഒരു കംപ്രസ്ഡ് എയറിനെ കൊണ്ടുവരുന്ന ഒരു പൈപ്പ്, എവിടെ നിന്നാണോ നമ്മൾ വെള്ളം എടുക്കുന്ന സോഴ്സ്, ഇവിടെ ഇപ്പോൾ കിണറാണെങ്കിൽ കിണർ, കുളമാണെങ്കിൽ കുളം, ആ സോഴ്സ് വരെ എത്തുന്ന ഒരു കംപ്രസ്ഡ് എയർ പൈപ്പ് ആദ്യം കൊടുക്കും. ആ പൈപ്പ് വഴി നല്ല കംപ്രസ് ചെയ്ത എയറിനെ ആ സോഴ്സിൽ എത്തിക്കുന്നു, വെള്ളം എടുക്കുന്ന ഭാഗത്ത് എത്തിക്കുന്നു. ആ വെള്ളത്തിനെ ഈ എയർ പൈപ്പിന് താഴെ ഒരു ഡിഫ്യൂസർ ഉണ്ട്. ആ ഡിഫ്യൂസർ ആ വരുന്ന എയറിനെ ആ വെള്ളവുമായിട്ട്, ഏത് ലിക്വിഡാണോ ലിക്വിഡുമായിട്ട് മിക്സ് ചെയ്ത് ആ ഡിഫ്യൂസർ ആ വെള്ളത്തിന് ഈ വരുന്ന എയറിനെ മിക്സ് ചെയ്തു. അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത്രയും ഭാഗത്തെ വെള്ളത്തിന് മറ്റു കിണറിൻ്റെയോ അല്ലെങ്കിൽ കുളത്തിൻ്റെയോ മറ്റ് ഭാഗങ്ങളിലുള്ള വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കുറയും. എയറും കൂടെ നല്ലോണം ഡിഫ്യൂസ് ചെയ്ത് വരുന്നതുകൊണ്ട്. അങ്ങനെ ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡ് തൊട്ടടുത്ത് നമ്മളൊരു സക്ഷൻ പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പ് വഴി ഈ വെള്ളം ലിഫ്റ്റ് ചെയ്ത് പുറത്തു വരുന്നു. അപ്പം എയറാണ് വെള്ളത്തിനെ സക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എയർ പൈപ്പ് കൊണ്ട് എയറിനെ വെള്ളത്തിൽ എവിടെയാണോ കിണറെങ്കിൽ കിണർ, കുളമെങ്കിൽ കുളം, എവിടെ ആയാലും ആ വെള്ളം എത്തുന്നത് വരെ ഒരു സക്ഷൻ അല്ലെങ്കിൽ ഒരു കംപ്രസ്ഡ് എയറിനെ കൊണ്ടുപോകുന്ന കംപ്രസ്ഡ് എയർ പൈപ്പ് ഉണ്ട്. ആ എയർ പൈപ്പ് കൊണ്ടുപോകുന്ന എയറിനെ ആ പൈപ്പിൻ്റെ താഴെ കാണുന്ന ഡിഫ്യൂസർ ലയിപ്പിക്കുന്നു വെള്ളവുമായിട്ട്. അങ്ങനെ വെള്ളത്തിൻ്റെ സാന്ദ്രത കുറയുന്നു. സാന്ദ്രത കുറഞ്ഞ, ഡെൻസിറ്റി കുറഞ്ഞ വെള്ളം ഡെലിവറി പൈപ്പ് അല്ലെങ്കിൽ സക്ഷൻ പൈപ്പ് വഴി
വെള്ളം സക്ക് ചെയ്ത് അങ്ങ് മുകളിൽ നമുക്ക് എത്തേണ്ടുന്ന ഭാഗത്ത് എത്തുന്നു. അവിടെ നിന്ന് നമ്മൾ വെള്ളത്തിനെ ശേഖരിക്കുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ കൂടെയുള്ള എയറിനെ ഒരു ബാഫ്ലിംഗ് വാളിൽ തട്ടി ഈ എയർ റിമൂവ് ചെയ്ത് നമുക്ക് വെള്ളം സ്റ്റോറേജ് ടാങ്കിൽ കളക്ട് ചെയ്തെടുക്കുന്നു. ഇതാണ് എയർ ലിഫ്റ്റ് പമ്പ്. ഇത് ഒരു എയർ ലിഫ്റ്റ് പമ്പിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ സ്മോളർ ഡയമീറ്റർ വെല്ലിൽ നിന്ന് നല്ല ഹൈ എഫിഷ്യൻസിയിൽ വെള്ളം ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സെഡിമെൻറ്റ്സ് വന്നാൽ ഈ പമ്പ് ഡാമേജ് വരുത്തില്ല. ചീപ്പറാണ്, ഏറ്റവും സിമ്പിളായിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ നോ മൂവബിൾ പാർട്ട് ഇൻ കോണ്ടാക്റ്റ് വിത്ത് വാട്ടർ, സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി വാട്ടർ. അപ്പം ഏതുതരം വെള്ളത്തിനും നമുക്കിത് ഉപയോഗിക്കാം. കാര്യം മൂവ് ചെയ്യുന്ന ഭാഗം വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് വരാത്തതുകൊണ്ട്. ഇത് മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ പമ്പിങ് ഫ്രം നമ്പർ ഓഫ് വെൽസ് ബൈ കോമൺ കംപ്രസർ. ഒരു കോമൺ കംപ്രസർ ഉപയോഗിക്കുകയാണെങ്കിൽ പല കിണറുകളിലും നമുക്ക് ഒരുമിച്ച് ഇത് ഉപയോഗിക്കാം. ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടു ഇൻക്രീസ് ദ എഫക്റ്റീവ്നെസ് പമ്പ് ഡെപ്ത് ഓഫ് വെൽ ഈസ് ടു ബി ഇൻക്രീസ്ഡ്. അതായത് പമ്പിൻ്റെ എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ കിണറിന് നല്ല ആഴം ഉണ്ടായിരിക്കണം. അത് അതിൻ്റെ ഒരു ദോഷമാണ്. രണ്ടാമത്തെ ദോഷം എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ലിഫ്റ്റിംഗ് വാട്ടർ എബവ് ദ ഗ്രൗണ്ട് ലെവൽ. അപ്പം അങ്ങനെയുള്ളൊരു ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള വെള്ളത്തിന് ലിഫ്റ്റ് ചെയ്യാൻ ഈ പമ്പ് ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ എഫിഷ്യൻസി കുറച്ച് കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ദോഷങ്ങൾ. അപ്പോൾ എല്ലാത്തരം പമ്പുകളും പമ്പിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എക്സാമിന് വേണ്ടി നോക്കി വയ്ക്കണം. ഇതൊരു സെൻട്രിഫ്യൂഗൽ പമ്പ് പ്രവർത്തിക്കുന്നതിൻ്റെ ആനിമേഷനാണ്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണുക. There will be a cylinder and in which a piston rod and a piston. This is a cylinder, this is a piston rod and this is a piston for reciprocating pump. If we see the whole diagram in the wire frame, then this will be look like this. In this is the piston rod, this is cylinder and this is piston. These are the parts of the reciprocating pump. Now see the diagram of the reciprocating pump working. There is intake pipe. This is the intake pipe which will withdraw water from the container and discharge from this pipe. This is discharge pipe. This is cylinder. This is piston and this is piston rod. These all are the parts of the reciprocating pump. There is a container in which some water is placed for the working of reciprocating pump, and there is a crankshaft which will rotate and move the piston backward and forward. Now see the working of the reciprocating pump. This is a crank. Now what will happen? There are two valves, inlet valve and outlet valve. This is intake valve and outlet valve. What will happen? The crank will rotate at 90 degree. The crank will rotate from 0 degree to 90 degree. What will happen? Piston will move from this side to this side, and this valve will open and water will discharge from this pipe. See the animation. The valve will open and the water will go upwards in the cylinder. This is the piston movement. This is the piston movement from left to right. And now next step is crank will rotate 90 to 180 degree. Crank will rotate from 90 to 180 degree. What will happen? Piston from half side go to the right side, full cylinder, and what will happen? The water will fill in the cylinder. The water will fill in the cylinder. Now the next step is the discharge valve will be open. This valve will be open. Piston movement. This was the piston movement from left to right. This will cover the whole cylinder at 180 degree. Now crank will move from 180 to 360 degree. What will happen? Piston will move from right to left side and the discharge valve is open. The whole water will be discharged through discharge pipe and the water will be discharged at the desired height. The piston will move from right to left
and the water will go upward and the water will discharge at the desired height. So this will be the working of reciprocating pump. So thank you. നെക്സ്റ്റ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് ആണ് ഈ ആനിമേഷൻ. Centrifugal pump working. Centrifugal pumps pump liquid by means of the centrifugal force developed by rotation of an impeller. The kinetic energy imparted to the liquid by impeller rotation is converted to potential energy by making the liquid to flow through a volute casing in volute pumps, a diffuser in turbine pumps. For explanation, the centrifugal pump representation above shows both guide vanes and a volute. Let us understand the basic stages through which the liquid is pumped. Liquid enters the pump through the inlet connection and enters the impeller. The impeller rotates and imparts energy to the liquid and delivers it at a higher velocity to the diffuser. The vanes of the diffuser are tangential to the impeller. In the diffuser, the velocity energy is converted to pressure energy. The volute completely surrounds the diffuser and serves to collect the liquid and to recover additional velocity energy. The liquid is then expelled through the discharge. Having understood the basic principle, let us view the flow of liquid through the 3D model of 1. A volute pump, 2. A turbine pump. Volute pump. Shown aside is a model representation of a typical volute type centrifugal pump. The casing has been split open to view the internals. Depiction shows liquid entering the pump at the impeller eye. As seen, the rotating impeller vanes impart kinetic energy to the liquid. This kinetic energy is converted to pressure energy as the liquid is directed along the volute to the discharge. Turbine pump. A model representation of the impeller, diffuser and the casing of a typical turbine pump is shown. As seen, the casing is not of the volute type. Let us observe the flow of liquid along 2 stages of pumping. The liquid is centrifugally forced outward by the impeller. It is then guided along by the diffuser and the casing and enters the impeller eye of the next stage of the pump. Across each stage of pumping, the kinetic energy imparted to the liquid by the impeller is converted to potential energy along the diffuser. Liquid at a higher pressure now enters the impeller eye of the 3rd stage and so on. This process is continued across all the stages of pumping and finally the liquid is led to the discharge. Next, rotary pumpന്റെ വർക്കിംഗ്. Rotary lobe pump has 2 counter-rotating intermeshing rotors. The left side of the pump is the suction port and the right side is the discharge port. As the lobes rotate, an expanding cavity is created at the suction port. Fluid is pulled into this expanding cavity and the cavity is then transported around to the discharge side. At the discharge port, the cavity is compressed by the rotors, pushing the fluid out of the pump. During each rotation of the rotors, a discrete amount of fluid is pushed through the pump. As a result, the volumetric flow rate is determined by the pump speed. Next, നമുക്ക് എയർലിഫ്റ്റ് പമ്പിൻ്റെ വർക്കിംഗ് ആനിമേഷൻ. We have a bore well in which a air pipe is given. This is water in the bore well
and this is support. On this support, a compressor is placed which is connected to the air pipe. First end is connected to the compressor of the air pipe and the second end is connected to the water in the borewell. This is a rising main from which water will be discharged at the desired height. There is a nozzle in the corner of the pipe for providing higher velocity to the air. Now we see the working of air lift pump. Now what will happen? Compressor will start rotating, and by the rotation of the compressor will give compressed air. This air will go to the rising main, and there in the nozzle it increases the velocity of air, and there it will mix with the water and make the water density low with the air and water mixture, and water and air particles will go upside in the rising main and give a discharge water to the desired height. This mixing will create less density water in the rising main, so water will rise in the rising main and it will discharge at the desired height. So this is the working of air lift pump. Thank you for seeing this video. For more updated videos, you can subscribe me on my channel Learn and Grow. Thank you. ആണ് പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് പമ്പുകൾ. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്.